ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയുടെ വിഷമമൊന്നും സാർ കാണുന്നില്ല. എല്ലാ അമ്മയുടെ സന്തോഷത്തിന്, എല്ലാ അമ്മയുടെ സമാധാനത്തിന്. ഭാര്യയായി എനിക്കുണ്ട് ഇമോഷൻസ്. അത് സാറല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനാ? എന്നിട്ട് അമ്മ പറഞ്ഞ പോലെ വാ. നോക്കൂ, എന്റെ ഡ്രസ്സിന് ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നതേ അനുസരിച്ചാ മതി. ചെല്ലാൻ. കണ്ണ് കണ്ടുകൂടി നിനക്ക്. ദേഹത്ത് വന്ന് മുട്ടുന്നോ? മാറി നിക്കടി. ഐശ്വര്യ, 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 എടോ കഥ തുറക്കാൻ. എടോ ഞാൻ പറയട്ടെ. ഐശ്വര്യ, എടാ തുറന്നേ. ഐശ്വര്യ, എടോ താനൊന്ന് ക്ഷമിക്കേ. എന്ത് ക്ഷമിക്കാൻ? എന്ത് ക്ഷമിക്കാനാ സാറ് പറയുന്നത്? എന്റെ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരല്ല. ഞാൻ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എവിടെ പോണം, ആരെ കാണണം, ഇതൊക്കെ ബാക്കിയുള്ളവരെന്തിനാ അറിയുന്നേ? പൂജയ്ക്ക് പോകുന്നോണ്ടല്ലേ വേഷം മാറാൻ പറഞ്ഞേ. അർജുൻ സർ, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇങ്ങനെ പോയാൽ എന്താ, അമ്പലത്തേക്ക് ആയിട്ടില്ലേ? അതോ എന്തെങ്കിലും കുറ്റമുണ്ടോ? അല്ല, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. പഴയ ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ നടക്കണം? അവരെ പോലെ ഞാനും പഴഞ്ചനായിട്ട് നടക്കണോ? സാറിന്റെ അമ്മ വീട്ടിൽ നടക്കുന്ന പോലെ അല്ലല്ലോ ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത്. അവർക്കൊക്കെ എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മളൊരു മാല കൂടുതലിട്ടാൽ പിന്നെ അപ്പം തുടങ്ങും ഓരോ പ്രശ്നങ്ങള്. അമ്പലത്തിൽ പോകുന്നോണ്ടാ. തനിക്കിതുപോലെ വേറെ എവിടെ വേണേലും പോവാം, ആരും ഒന്നും പറയില്ല. താനങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ അമ്മയ്ക്കും വിഷമമായി. എനിക്ക് വിഷമായത് സാർ അവരോടൊപ്പം ചേർന്ന് എന്നെ പറഞ്ഞപ്പോഴാ. അമ്മയുടെ വിഷമം മാത്രമേ സാർ കാണുന്നുള്ളൂ, ഭാര്യയുടെ വിഷമമൊന്നും സാർ കാണുന്നില്ല. എല്ലാ അമ്മയുടെ സന്തോഷത്തിന്, എല്ലാ അമ്മയുടെ സമാധാനത്തിന്. ഭാര്യയായി എനിക്കുണ്ട് ഇമോഷൻസ്. അത് സാറല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനാ? എല്ലാവർക്കും എല്ലാരും ഉണ്ട്, ഞാൻ മാത്രം തനിച്ച്. ഇതൊക്കെ തന്റെ തോന്നലാടോ. തന്റെ എല്ലാ എമോഷൻസും മനസ്സിലാക്കുന്ന ആളാ ഞാൻ. അതല്ലേ തന്നോടൊപ്പം ഞാനും ഇങ്ങോട്ട് വന്നേ. നല്ലൊരു ദിവസമായിട്ട്
താ മൂടോട്ടാവാതെ ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് വന്നേ. സ- പൂജയൊക്കെ കഴിഞ്ഞ് ഇന്നു മുതല് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുക നമ്മള്. ആ സന്തോഷത്തിനിടയില് മറ്റൊന്നോർത്ത് താൻ വിഷമിക്കാതെ വേഗം റെഡിയായി വാ, ഞാൻ പുറത്തുണ്ടാവും. ഡോ, തനിക്ക് വിഷമായോ? വിഷമായി കാണുമെന്ന് എനിക്കറിയാം. അത്രയും പേരുടെ മുന്നിൽ വെച്ചല്ലേ ഐശ്വര്യത്തിൽ തന്നെ തല്ലിയത്. ഇവരുടെയൊക്കെ സ്വഭാവം എന്താണാവോ ഇങ്ങനെ ഒരുമാതിരി മനുഷ്യരെ കാണാത്ത പോലെ? അവര് രാമാമ്മയോട് സംസാരിച്ചത് കേട്ടില്ലേ? ഇത്രയും അഹങ്കാരത്തോടെ അമ്മയോട് സംസാരിച്ചവര് നമ്മളെയൊക്കെ മനുഷ്യരായി കണ്ടിട്ടുണ്ടോ തന്നെ ആർക്കറിയാം? മുന്നേ ഇവിടെ വന്നപ്പോഴൊക്കെ എന്തു പാവായിരുന്നു. ഇതാ പറയുന്നത് മനുഷ്യന് മാറാൻ അധികം സമയം വേണ്ടെന്ന്. താൻ എന്തെങ്കിലും ഒന്ന് പറയേ, ഇങ്ങനെ നിന്നാ മതിയോ? ഞാൻ എന്തു പറയണമെന്നാ? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും വഴക്കും അടിയൊക്കെ ബാക്കിയുള്ളവർക്കല്ലേ. നമ്മളത് സഹിക്കണം. മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒന്നും സംഭവിക്കാത്ത മട്ടില് പിന്നെയും ജീവിക്കണം. താനും ഇപ്പൊ അത് പറയാനല്ലേ ഇങ്ങോട്ട് വന്നേ? ഇതിപ്പോ എല്ലാം സഹിക്കല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ എല്ലാം സഹിക്കണമെന്ന് ഞാൻ പറയില്ല. നിവൃത്തി ഇല്ലെന്ന് വന്നാ തിരിച്ചു പ്രതികരിക്കണം. ഇതിനപ്പുറം എന്ത് നിവൃത്തികേടാടോ? താൻ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ അവസ്ഥ അങ്ങനെ, എന്റെ അവസ്ഥ ഇങ്ങനെ. എനിക്ക് മനസ്സിലാവും. എന്നും ഒരാൾക്ക് സങ്കടം മാത്രം ഈശ്വരൻ കൊടുക്കില്ലല്ലോ. താൻ നോക്കിക്കോ, ഈ അവസ്ഥയൊക്കെ മാറും. തനിക്ക് നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂന്നാ എന്റെ മനസ്സ് പറയുന്നത്. താനീ പറഞ്ഞതുപോലെയൊക്കെ ചിന്തിച്ച ഇത്രയും നാള് ഞാൻ ജീവിച്ച. പക്ഷെ ഇപ്പൊ പോകെ പോകെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ പോകൂ. പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയും പോകുന്നില്ല. കാരണം അത്രമേൽ എന്റെ ജീവിതം കുരുക്കിൽ വീണ് കഴിഞ്ഞു. ഓരോന്നോരോന്നായി കുരുക്കഴിക്കും തോറും കഴുത്ത് മുറുകുന്ന മറ്റു പ്രശ്നങ്ങൾ. സമാധാനത്തിലൊന്നും ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് തനിക്കറിയോ? ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ 2 അക്ഷരത്തിൽ ഒതുക്കിയ അതിനെ വിധിയെന്ന് പറയാം.